കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് അവർ ആസ്ക്ഡ് ഇൻ CGL അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30,000 രൂപ വേണമായിരുന്നു. ആ 30,000 രൂപ 2 ആൾക്കാരുടെ നിന്നാണ് മേടിച്ചത്. ഒരാളുടെ നിന്ന് കിട്ടുന്നത് 9% ഇൻട്രസ്റ്റും മറ്റേ അടുത്ത് നിന്ന് 6% ഇൻട്രസ്റ്റുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 4 വർഷം കൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് 9600 അല്ലേ. ഇത് ഞാൻ അലിഗേഷൻ വെച്ചാൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 9600 ഇൻട്രസ്റ്റ് കിട്ടി. മൊത്തത്തിൽ വേണ്ട പ്രിൻസിപ്പൽ 30,000 ആണ്. ഇൻറ്റു 100 ചെയ്താൽ മൊത്തത്തിൽ കിട്ടിയ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, മേളിൽ 4 0 താഴെ 4 0, 96/3 ചെയ്ത് കഴിഞ്ഞാൽ 32% കിട്ടത്തില്ലേ. ഈ 32% 4 വർഷം കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ 1 വർഷം കൊണ്ട് എത്ര ശതമാനം കിട്ടും? 8%. ഈ റേറ്റ് എടുത്ത് നിങ്ങൾ അലിഗേഷൻ ചെയ്താൽ മതി. എയുടെ അടുത്തുനിന്ന് 9%, ബിയുടെ അടുത്തുനിന്ന് 6% അല്ലേ. കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 8%. നിങ്ങളിതിന് അലിഗേഷൻ ചെയ്യുമ്പോഴത്തേനും എത്രയാണെന്ന് വരും റേഷ്യോ? 2:1. ഇത് നമ്മൾ മേടിച്ച പ്രിൻസിപ്പലുകളുടെ റേഷ്യോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൊത്തം 30,000 അല്ലേ മേടിച്ചത്. അപ്പോൾ ഇത് 20,000, അത് 10,000 ആയിരിക്കും. നമ്മുടെ ആൻസർ എയുടെ കയ്യിൽ നിന്ന് എത്ര മേടിച്ചെന്നല്ലേ? 20,000 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അതിന് ശേഷം പറയുന്ന രണ്ടാമത്തെ സെൻറ്റൻസ് ഇല്ലേ, ഈ സെൻറ്റൻസ് നമ്മൾ എടുക്കുക വേണ്ട. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാവേ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും വായിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. MNO 3 സ്കീം 10, 12, 15% ഇൻട്രസ്റ്റ്. 1 വർഷത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് 2282 ആണ്. ഇനി പ്രിൻസിപ്പലുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. MNO എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓയിലെ പൈസ എമ്മിലുള്ളതിൻ്റെ 180. അപ്പോൾ M 100 ആണെങ്കിൽ O 180 ആയിരിക്കും. അതിൻ്റെ 250% ഓഫ് N, അതായത് O എന്ന് പറയുന്നത് Nൻ്റെ 250%. 250% 5/2 അല്ലേ. 2 ഗുണിച്ച 360, 5 വെട്ടിക്കഴിഞ്ഞാൽ 72 എന്ന് വരും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പലുള്ള റേഷ്യോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയാണെന്നല്ലേ. നിങ്ങളിതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. ഈ റേഷ്യോ എല്ലാത്തിനും നമുക്ക് 4 വെച്ച് വെട്ടാൻ പാടില്ലേ. 25, അവിടെ 18, ഇവിടെ 45 എന്ന് വരും. അപ്പോൾ N എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഉറപ്പായിട്ടും 18ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. 18 എന്ന് പറഞ്ഞാൽ 9 × 2 അല്ലേ. 2 എല്ലാ ഓപ്ഷനിലും ഉണ്ട്. 9 ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. 9 ഇതിൽ മാത്രമല്ലേ ഉള്ളൂ. കൺഫേം ആണ്, ഇതായിരിക്കും ആൻസർ. തീർന്നില്ലേ? അടുത്തതിലോട്ട് പോകാം നമുക്ക്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ ഒരു കോണുണ്ട്. ആ കോണിൻ്റെ അകത്ത് നമ്മളൊരു സർക്കിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്കിൾ, ഓക്കെ, ഇത് കോണായിട്ട് വരയ്ക്കണ്ട, ട്രയാങ്കിളായിട്ട് വരച്ചാൽ മതിയേ. ഓക്കെ, ഇത് കോൺ, അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണേ. ഇതിൻ്റെ അകത്ത് നമ്മളൊരു സ്പിയർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ സ്പിയർ ബേസിലും ലാറ്ററൽ സർഫസിലും ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് 24 ആണ്. ഇതിൻ്റെ റേഡിയസ് 7 ആണ്. ബേസിൻ്റെ റേഡിയസ് 7 ആണ്. അപ്പോൾ ഈ ഒരു ഡയമെൻഷൻ 7 ആയിരിക്കും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബേസിൻ്റെ റേഡിയസ് 7. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പിയറിൻ്റെ റേഡിയസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്. ഇങ്ങനെയാണ് ഷോർട്ട് കട്ട്. R/H/L+R. ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ R നമ്മുടെ കയ്യിലുണ്ട്, H കയ്യിലുണ്ട്, L മാത്രമല്ലേ ഇല്ലാത്തുള്ളൂ. ഓക്കെ, ഈ റേഡിയസും ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും റേഡിയസ് ഇതെല്ലാം നമ്മുടെ കോണിൻ്റെ കേട്ടോ. ഓക്കെ, ഈ ഷോർട്ട് കട്ടും ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ടത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. സ്ലാൻഡ് ഹൈറ്റ് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ 27ൻ്റെ സ്ക്വയർ 576, 7ൻ്റെ സ്ക്വയർ 49, ആഡ് ചെയ്യുമ്പോഴത്തേനും 625 എന്ന് വരും. ഓക്കെ, അപ്പോൾ 25 സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ 6 7 × H 24/L+R. L 25, R 7 ആണ്. അപ്പോൾ 140, 28, 168/32. ഓക്കെ, ഒന്ന് വെട്ടിക്കഴിഞ്ഞാൽ 84/16. ഒന്നോളം വെട്ടിക്കഴിഞ്ഞാൽ 42/8.
അപ്പോൾ 8 × 5 40, പിന്നെ 2/8 1/4 ആണ് 5.25. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാവേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ഇവർ കോസ്റ്റ് പ്രൈസിനേക്കാളും 50% മുകളിൽ മാർക്ക് ചെയ്യും. അതിനുശേഷം ഡിസ്കൗണ്ട് കൊടുക്കുക 20%. 20% പറഞ്ഞാൽ 30 അപ്പോൾ 120. വീണ്ടും ഒരു 5% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോഴും ഇവർക്ക് കോസ്റ്റ് പ്രൈസിൽ 8% പ്രോഫിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 108 അപ്പോൾ 120ൽ നിന്നത് 108 ആണെങ്കിൽ എത്ര കുറയ്ക്കണം? 12 കുറയ്ക്കണ്ടേ? 12 120ൻ്റെ 10% അല്ലേ? അപ്പോൾ വൈയുടെ വാല്യൂ 10%. അതൊരു ഓപ്ഷനിൽ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അതായിരിക്കും ആൻസർ. ഇനി 10% 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട വന്നേനെ? CPയും കൂടെ കണ്ടുപിടിക്കേണ്ട വന്നേനെ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആരും വായിച്ച് ട്രൈ നോക്കാതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്തതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത്, ശരിക്കും നമുക്കൊരു സ്ഥലത്ത് എത്താനായിട്ട് 1 മണിക്കൂർ 45 മിനിറ്റ് മതി. അതായത് 1 × 3/4 7/4 അവർ മതി നമുക്ക്. ഓക്കെ, പക്ഷേ ട്രാഫിക് കാരണം 15 മിനിറ്റ് സമയം കൂടി, അതായത് 2 മണിക്കൂറായി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എത്ര ശതമാനം കുറഞ്ഞു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൈം റേഷ്യോ എടുക്കുക 7/8. അപ്പോൾ സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 8/7 ആയിരിക്കും. പണ്ട് 8, ഇപ്പോൾ 7. 1/8 കുറഞ്ഞു, അതായത് 12.5% കുറഞ്ഞു. അതാണ് ആൻസർ. അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ നോക്കാതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. നമ്മുടെ ലീനിയർ ഇക്വേഷൻ AX + BY + C = 0 ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കിട്ടാനായിട്ട് -a/b ചെയ്താൽ മതി. ഓക്കെ, ഇനി 2 ലൈനുകളുടെ സ്ലോപ്പ് M1 M2 ആണ്. അവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ഇതറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. 3x + y - 7 = 0 എന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -a/b, അതായത് -3/1. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് -3 ആണ്. ഓക്കെ, ഇനി മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ് M ആണെങ്കിൽ ഇത് രണ്ടും കുടിച്ചാൽ -1 വരും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര വരണം? എമ്മിൻ്റെ വാല്യൂ 1/3 എന്ന് പറയണ്ടേ? അതാണ് ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോവാണേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ച് ട്രൈ നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. നമ്മളിലൊരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ അകത്ത് ഒരു കോഡുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് 12 സെൻട്രൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 150 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയേണ്ടത് ഈ കിടക്കുന്ന സെഗ്മെൻറ്റിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ആ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ സെക്ടറിൻ്റെ ഏരിയ എന്ന്, അതായത് ഈ കിടക്കുന്ന ഫുൾ സെക്ടറിൻ്റെ ഏരിയ എന്ന് നിങ്ങൾ ഈ കിടക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. സെക്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് θ/360 × π × r² മൈനസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് 2 സൈഡും അകത്തുള്ള ആംഗിൾ അറിയാമെങ്കിൽ ½ sin θ ചെയ്താൽ മതി. അപ്പോൾ ½ × 12 × 12 × sin 150. ഓക്കെ, ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്യുമ്പോൾ 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12 × 12, ഇതും പോയി 12 × 3 3 15 5 ആണ്. 5 × 12 60. 60 π എന്ന് കിട്ടും. മൈനസ് 60 π 2 സ്ഥലത്തുണ്ട്. അപ്പോൾ അത് വെച്ച് മാത്രം നടക്കില്ല. സെക്കൻഡ് പാർട്ടും കൂടെ നോക്കാം. sin 150 എന്ന് പറഞ്ഞാൽ sin 180 - 30 ആണ്. sin 180 - 30 എന്ന് പറയുന്നത് sin 30 തന്നെയായിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് പോസിറ്റീവാണ്. അപ്പോൾ sin 30 1/2 ആണ്. അപ്പോൾ 1/2 × 12 × 12 × 1/2. 4 × 3 ഇട്ടപ്പോൾ 36. അപ്പോൾ 60 π - 36. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 60 π - 36. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും, അതുപോലെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തണമെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, എല്ലാവരും ഈ വർഷം തന്നെ ജോലി മേടിക്കാം. ഓക്കെ, താങ്ക് യു.